നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനകത്ത് ഉള്ള ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് കോളിംഗ് ദ ഫങ്ഷൻ. മെത്തേഡ് ഓഫ് കോളിംഗ് ദ ഫങ്ഷൻ. മെത്തേഡ് ഓഫ് കോളിംഗ് ദ ഫങ്ഷൻ. നമുക്ക് രണ്ട് രീതിയിൽ ഫങ്ഷനെ കോൾ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഫങ്ഷൻ്റെ ഡിഫറെൻറ്റ് കമ്പണൻസ് പറഞ്ഞതാണ്. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ കോൾ, പിന്നെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഫങ്ഷൻ കോള് ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൾ ബൈ വാല്യൂ, അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് പാസ് ബൈ വാല്യൂ എന്നും പറയും. കോൾ ബൈ വാല്യൂ or pass by value. അപ്പം കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ് ഫങ്ഷൻ കോളിലുള്ള വേരിയബിൾസിനെ, ആർഗ്യുമെൻസിനെ നമ്മൾ പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നും ഫങ്ഷൻ ഡെഫിനിഷനുള്ളതിനെ നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നുമാണ് പറയുന്നത്. ഒരു ഫങ്ഷൻ കോൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ കോളിലുള്ള ആ ആർഗ്യുമെൻറ്റ് വാല്യൂ എങ്ങോട്ട് പാസ് ചെയ്യും? ഫങ്ഷൻ ഡെഫിനിഷനിലേക്ക്, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ പാസ് ചെയ്യുകയാണ് ചെയ്തതാണ്. അതാണ് ഫങ്ഷൻ കോൾ. ആ ഫങ്ഷനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുക ബൈ പാസിങ് ദ വാല്യൂ. അപ്പം അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ എന്താണ് കോൾ ബൈ വാല്യൂയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഫങ്ഷൻ കോൾ ബൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും? ഫോർമൽ ആർഗ്യുമെൻറ്റിൽ സ്റ്റോർ ചെയ്യും. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ സ്റ്റോർ ചെയ്യും. അതായത് എന്തെങ്കിലും ചേഞ്ചസ് ഫോർമൽ ആർഗ്യുമെൻറ്റ് വരുത്തിയാൽ അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ എഫക്റ്റ് ആവത്തില്ല, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും തന്നെ എവിടെ ഉണ്ടാവത്തില്ല? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിന് അകത്ത് വരത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു കോപ്പിയാണ് എങ്ങോട്ട് പാസ് ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കോപ്പിക്ക് നമ്മൾ വേറെ വേരിയബിൾ നെയിം വെച്ച് മെൻഷൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. നമ്മൾ കോൾ ബൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഫങ്ഷൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് ആർക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്? ഫങ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റിന് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കത്തില്ല. ഇതാണ് പോയിന്റ്. ഇവിടെ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അഡീഷണൽ മെമ്മറി വേണം. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു കോപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കോപ്പി എടുക്കുമ്പോഴേക്കാണ് വി ഹാവ് ടു സ്റ്റോർ ദാറ്റ് കോപ്പി ഓഫ് ദാറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അപ്പം നമുക്ക് ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് മെമ്മറി എക്സ്ട്രാ ആവശ്യമായിട്ട് വരും. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഡ്രോബാക്ക്. മെമ്മറി കൺസപ്ഷൻ കൈയായിരിക്കും ആസ് കമ്പയർഡ് ടു കോൾ ബൈ റെഫറൻസ്. അപ്പോൾ ഫങ്ഷൻ കോൾ രണ്ട് രീതിയിലുണ്ട്: കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൾ ബൈ വാല്യൂ. ഹിയർ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഹിയർ ദ കോപ്പി ഓഫ് actual argument is passed to the formal argument. So any change made in the formal argument, formal argument
will not reflect the actual argument. Reflect in the actual argument. നമ്മളൊരു കോപ്പിയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രോഗ്രാം എഴുതുന്നുണ്ട്, അത് എഴുതാൻ പോവാണ്. എല്ലാ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യും, യൂസിങ് നെയിം സ്പേസ് STD അതൊക്കെ ഞാനങ്ങ് എഴുതി, എല്ലാത്തിലും ഉള്ളത് കൊണ്ട് ഞാനത് എഴുതുന്നില്ല തൽക്കാലം. ബാക്കി ആ പ്രോഗ്രാമിൻ്റെ കോഡ് മാത്രം എഴുതുകയാണ്. void change int void change int n is equal to n plus 1. n is equal to n plus 1. cout n. cout n. Close it. ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ചേഞ്ച് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അടുത്ത ഇൻറ്റ് മീൻ. ഇൻറ്റ് x is equal to 20. int x is equal to 20. Change x. Change x. cout x. cout x. cout x. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഫംഗ്ഷൻ എവിടെ നിന്ന് തുടങ്ങുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ 20. എക്സ് എന്നൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻറ്റീജർ ആൻഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 20. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് എക്സ്. ഞാൻ ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ അതിനെ ഞാൻ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പൈലർ നോക്കും എവിടെയെങ്കിലും ആ പ്രോഗ്രാമിനകത്ത് ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടപ്പുണ്ടോ. നോക്കുമ്പോൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും? ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. എൻ എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കിടക്കുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റും ഫംഗ്ഷൻ കോളിൽ കിടക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റുമാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഈ എക്സിൻ്റെ ഒരു കോപ്പി എടുക്കും. ആ ആക്ച്വൽ വാല്യൂ പാസ് ചെയ്യത്തില്ല. അതിൻ്റെ ആ 20 എക്സിൻ്റെ ഒരു കോപ്പി, 20 എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി എടുക്കും. കോപ്പി എടുത്തിട്ട് ആർക്ക് പാസ് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. അതായത് ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ അവിടെ അതുപോലെ തന്നെ കിടക്കും. എക്സിൻ്റെ വാല്യൂ അവിടെ മാറ്റത്തില്ല. അതിൻ്റെ ഒരു കോപ്പിയാണ് എടുക്കുന്നത്. കോപ്പി എടുത്തതിന് ശേഷം ആർക്ക് പാസ് ചെയ്യും? ഫോർമൽ ആർഗ്യുമെൻറ്റിന് പാസ് ചെയ്യും. n ഈസ് ഈക്വൽ ടു n1 + 1. ഇപ്പം എന്നിൻ്റെ വാല്യൂ എത്ര? എക്സിൻ്റെ വാല്യൂ എത്ര? 20 ആണ്. അതിൻ്റെ അല്ലേ ആ 20 എന്ന് പറഞ്ഞ വാല്യൂ ആർക്ക് പാസ് ചെയ്യും? എന്നിന് വാല്യൂ പാസ് ചെയ്യും. ഓക്കെ, ഒരു കോപ്പിയാണ് എടുത്തും പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് അതുപോലെയല്ല എടുത്ത് പാസ് ചെയ്യുന്നത്. അവിടെ ഒരു കോപ്പി എടുത്തിട്ട് പാസ് ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. 20 ഈസ് ഈക്വൽ ടു 20 + 1. 20 ഈസ് ഈക്വൽ ടു 20 + 1. എന്നിൻ്റെ വാല്യൂ എത്രയായി? 21 ആയി. എന്നിൻ്റെ വാല്യൂ 21 ആയി. n ഒന്ന് കൂട്ടി എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? എന്നിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. cout n. cout n. എന്തോ സംഭവിക്കും?
21 എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഈ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്തത് അല്ലേ? അപ്പം പാസ് ചെയ്തപ്പോഴേക്കും ഫോർമൽ ആർഗ്യുമെൻറ്റ് എത്രയായി? ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്രയായി? 20 ആയി. 20 + 1 21. Cout 21. Cout n മീൻസ് Cout 21 എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്താണ്. നമ്മൾ മെയിൻ ഫംഗ്ഷനിലോട്ട് പിന്നെ വരികയാണ്. Cout x എന്ന് പറയുമ്പോഴേക്കും വാല്യൂ വിൽ ബി 20 തന്നെ. വാല്യൂ വിൽ ബി 20 തന്നെയാണ്. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ എക്സ് എന്ന് പറയുന്നതിൻ്റെ ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഒരു കോപ്പിയാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടാകത്തില്ല. നമ്മൾ ഫയൽ എടുത്തിട്ട് അതിന് കോപ്പി എടുക്കത്തില്ലേ? ഫയൽ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് ആ കോപ്പി എടുത്ത ഫയലിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. അത് ആ ഒറിജിനൽ ഫയലിനെ ബാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു കോപ്പിയാണ് എടുക്കുന്നത്. കോപ്പി എടുത്തതിന് ശേഷം ആർക്ക് പാസ് ചെയ്യും? ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ ഫോർമൽ ആർഗ്യുമെൻറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും അതിൻ്റെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അത് ബാധിക്കില്ല. അതാണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ റെഫറൻസ്, അടുത്ത രണ്ടാമത്തെ ഞാൻ പറഞ്ഞതാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ ഉണ്ട്, കോൾ ബൈ റെഫറൻസ് ഉണ്ടെന്ന് പറയും അല്ലേ? കോൾ ബൈ റെഫറൻസിനകത്ത് ആ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു റെഫറൻസ് ആണ് ആർക്ക് പാസ് ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെൻറ്റിന് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ കോൾ ബൈ റെഫറൻസിനകത്ത് ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ നെയിമിൻ്റെ കൂടെ ഒരു ആംപർസാൻഡ് സിമ്പലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആംപർസാൻഡ് കോൾ ബൈ റെഫറൻസ് ആണ്, കോൾ ബൈ റെഫറൻസ് ആണ് ഞാൻ പറയുന്നത്. കോൾ ബൈ റെഫറൻസ്. ഇനി പറയുന്ന വേറൊരു പേരാണ് പാസ് ബൈ റെഫറൻസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു റെഫറൻസ് ആണ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു റെഫറൻസ് ആണ് നമ്മളിങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതായത് ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ്, ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു മെമ്മറിയിലൊക്കെ മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. 4 ബൈറ്റുള്ള മെമ്മറി നമുക്ക് അലോക്കേറ്റ് കിട്ടും. കാരണം എന്താണ്? ആ എക്സിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ബൈറ്റ്സ് ഉള്ള ഒരു മെമ്മറി ലൊക്കേഷൻ എനിക്ക് അലോക്കേറ്റ് കിട്ടും. അവിടെ ഞാൻ 20 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ മെമ്മറി ലൊക്കേഷൻ്റെ റെഫറൻസ് അഡ്രസ്സാണ് ഞാൻ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഫംഗ്ഷൻ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നത്. അതായത് ആ ആക്ച്വൽ വാല്യൂ തന്നെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ മെമ്മറി ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. കോൾ ബൈ വാല്യൂ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ കോപ്പിയാണ് പാസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? ആ റെഫറൻസ് ആണ്. റെഫറൻസ് സൂചിപ്പിക്കാനാണ് ആംപർസാൻഡ് സിമ്പിൾ. അഡ്രസ്, റെഫറൻസ് മേ ബി ആൻ അഡ്രസ്. ഈ എക്സ് സ്റ്റോർ ചെയ്തേക്കുന്ന 4 ബൈറ്റ്സ് ഉള്ള മെമ്മറിയാണ്. അവിടെ ആ 20 സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ റെഫറൻസ്, ഒരു റെഫറൻസ്, ഒരു അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ്സാണ് ആക്ച്വലി എങ്ങോട്ട് പാസ് ചെയ്യുന്നത്? ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ആക്ച്വൽ വാല്യൂ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അവിടെ കോപ്പി എടുക്കത്തില്ല. എക്സിൻ്റെ വാല്യൂ അതുപോലെ ഞാൻ കൊടുക്കും. റെഫറൻസ് ആണ്. അപ്പം എനി ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്, ഇൻ ദിസ് കേസ് ഞാൻ എന്തോ ആക്കി? n = n+1 ആക്കി. അപ്പം 20 = 20+1 അതവിടെ സ്റ്റോർ ചെയ്യും. n സ്റ്റോർ ചെയ്യും. 21 ആവും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 21 ആയി. അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂ 21 ആയി. Cout 21 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് വരും. Cout x കോൾ ബൈ റെഫറൻസ് ആണ്. Cout x. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് തന്നെയാണ് ഇവിടെ ചേഞ്ച് സംഭവിച്ചേക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ അതുപോലെ എടുത്ത് എങ്ങോട്ട് പാസ് ചെയ്തു? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ Cout x എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ എത്രയാവും? 21 ആണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ 21 ആണ്. പ്രധാന പോയിന്റ് മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് അഡീഷണൽ മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. കോൾ ബൈ റെഫറൻസിൽ എനിക്ക് അഡീഷണൽ മെമ്മറിയുടെ ആവശ്യമുണ്ട്. എന്താണ്? ഞാൻ ആ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഒരു കോപ്പിയാണ് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോപ്പി സ്റ്റോർ ചെയ്യാൻ നമുക്ക് അഡീഷണൽ മെമ്മറിയുടെ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയല്ല ഇവിടെ വാല്യൂ പാസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ആ എക്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ വേരിയബിളിൻ്റെ റെഫറൻസ്, ആ മെമ്മറിയാണ്
മെമ്മറി റെഫറൻസാണ് ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആ ആക്ച്വൽ വാല്യൂവിനെ തന്നെയാണ് ഞാൻ ഫോർമൽ വാല്യൂയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എനി ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ദാറ്റ് വിൽ എഫക്ട് ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വരുത്തിയാൽ അത് ആരെ ബാധിക്കും? അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. ഇതാണ് കോൾ ബൈ റെഫറൻസ്. In call by reference, the reference of the actual argument is passed to the formal argument. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? The reference of the actual argument is passed to the formal argument. So any changes that made in the formal argument will reflect in the actual argument. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ ഫോർമൽ ആർഗ്യുമെൻറ്റിന് വരുത്തുകയാണെങ്കിൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മൾ ആ ഫോർമൽ ആർഗ്യുമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യും. ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ നമ്മൾ ആംപ്രസാൻഡ്, ആ വേരിയബിളിൻ്റെ കൂടെ ആംപ്രസാൻഡും കൂടെ നമ്മൾ പ്രിഫിക്സ് ചെയ്യും. കാരണം എന്താണ്? അത് റെഫറൻസ് ആണെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ആംപ്രസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് കോൾ ബൈ വാല്യൂയും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോൾ ബൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസിനെ ബാധിക്കത്തില്ല. ഈ കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ എന്ത് ചേഞ്ചസ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വരുത്തിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ ബാധിക്കും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ കോൾ ബൈ വാല്യൂവിനകത്ത് നമുക്ക് അഡീഷണൽ മെമ്മറി ആവശ്യമുണ്ട് ടു സ്റ്റോർ ദ കോപ്പി ഓഫ് ദാറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. പക്ഷേ കോൾ ബൈ റെഫറൻസിനകത്ത് നമുക്ക് ആ കോപ്പിയുടെ അഡീഷണൽ മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. ഇതാണ് മെയിൻ ഡിഫറൻസ് തമ്മിൽ. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം നിങ്ങൾക്ക് കോൾ ബൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതാണ് പഠിച്ചേ പറ്റത്തുള്ളൂ, ഒരിക്കലും ഇത് ഡിസ്കാർഡ് ചെയ്ത് കളയില്ല. അടുത്ത കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. കോൾ ബൈ വാല്യൂ റെഫറൻസ്. വാല്യൂ റെഫറൻസ് നിങ്ങൾക്ക് ബുക്കിൽ തന്നിട്ടുണ്ട്. കോൾ ബൈ വാല്യൂവിനകത്ത് ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമുല പാരാമീറ്റേഴ്സ് അല്ലെ ഫോർമുല ആർഗ്യുമെൻറ്റ്സ്. ഓർഡിനറി വേരിയബിൾ, സാധാ വേരിയബിൾ തന്നെയാണ് ഫോർമുല ആർഗ്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓർഡിനറി വേരിയബിൾ തന്നെയാണ്, സാധാ വേരിയബിൾ. റെഫറൻസിനകത്ത് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫോർമുല ആർഗ്യുമെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്? റെഫറൻസ് വേരിയബിൾ. റെഫറൻസ് വേരിയബിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എല്ലാ എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓർഡിനറി വേരിയബിൾ, റെഫറൻസ് വേരിയബിൾ ആസ് ഫോർമുല ആർഗ്യുമെൻറ്റ്. ഫോർമുല ആർഗ്യുമെൻറ്റിനകത്ത് ഫോർമുല ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ എന്തായിരിക്കും? ഓർഡിനറി വേരിയബിൾ, അവിടെ റെഫറൻസ് വേരിയബിൾ. ആക്ച്വൽ പാരാമീറ്റർ മേ ബി വാല്യൂവിനാണ്, കോൾ ബൈ വാല്യൂവിനകത്താണ്. ആക്ച്വൽ പാരാമീറ്റർ മേ ബി എ വേരിയബിൾ കോൺസ്റ്റന്റ് ആവാം. മേ ബി എ കോൺസ്റ്റന്റ് മീൻസ് ഒരു വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 12, 13 എന്നൊക്കെ വാല്യൂ പറഞ്ഞു കൊടുക്കാം. ആൻഡ് ഓർ എക്സ്പ്രഷൻ ആണ്. അപ്പം ആക്ച്വൽ പാരാമീറ്റർ മേ ബി വിൽ ബി എ വേരിയബിൾ ആവാം, ഒരു കോൺസ്റ്റന്റ് ആവാം, എക്സ്പ്രഷനും ആവാം. ഇൻ ദ കേസ് ഓഫ് റെഫറൻസ്, കോൾ ബൈ റെഫറൻസിനകത്ത് ദ ആക്ച്വൽ പാരാമീറ്റർ ഒൺലി ബി ദ വേരിയബിൾ. അവിടെ വേരിയബിളെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല.
actual parameter will be the variable. Okay, മൂന്നാമത്തെ പോയിന്റ്, ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ് made in will not reflect in actual argument. Change made in formal argument will not reflect in actual argument. Reference എങ്ങനെയാണ്? ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് പറയുന്ന വേറൊരു പേരാണ് പാരാമീറ്റേഴ്സ്. ആർഗ്യുമെന്റ് പറയുന്ന വേറൊരു പേരാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. നമുക്ക് കോൾ ബൈ വാല്യൂവിനകത്ത് അഡീഷണൽ മെമ്മറി ആവശ്യമുണ്ട്. അഡീഷണൽ മെമ്മറി ഈസ് നീഡഡ്. കോപ്പി സ്റ്റോർ ചെയ്യാൻ ആക്ച്വൽ ആർഗ്യുമെന്റ് ഒരു കോപ്പി എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് മെമ്മറി വേണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ മെമ്മറി ഈസ് നീഡഡ്. അവിടെ നമുക്ക് ഈ ഫോർമൽ ആർഗ്യുമെന്റ് എന്താ സംഭവിക്കുന്നത്? ആക്ച്വൽ ആർഗ്യുമെന്റ് തന്നെയാണ് ആര് ഷെയർ ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ് ഷെയർ ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്ക് അഡീഷണൽ മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അഡീഷണൽ മെമ്മറി ഈസ് നോട്ട് നീഡഡ്. is not needed. കാരണം എന്താണ്? ആ ആക്ച്വൽ ആർഗ്യുമെന്റ് തന്നെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡീഷണൽ മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പം ഫോർമൽ ആർഗ്യുമെന്റ് വാല്യൂ ബൈ കോൾ ബൈ വാല്യൂവിനകത്ത് ഫോർമൽ ആർഗ്യുമെന്റ് is always an ordinary variable. Reference inathu formal argument is a reference variable. Value in call by value actual argument may be a variable, constant or expression. Reference inathu actual argument will be variable only. അതുപോലെ തന്നെ call by value inathu any changes made in the formal argument will not reflect in the actual argument. Reference inathu change made in the formal argument will reflect in the actual argument. അഡീഷണൽ മെമ്മറി ഈസ് നീഡഡ്. മറ്റേതിനകത്ത് അഡീഷണൽ മെമ്മറി ആവശ്യം വരുന്നില്ല. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, അടുത്ത പറയുന്നത് സ്കോപ്പ് and lifetime, last scope or lifetime life of variables or function. Scope and life of variables or function. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെയോ വേരിയബിളിൻ്റെയോ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റിയാണ് നമ്മൾ സ്കോപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആക്സസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ വേരിയബിൾസിനെയും എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.
അത് എവിടെ ഡിക്ലെയർ ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. എന്നോട് ഞാൻ പറയാം. സ്കോപ്പ് മീൻസ് ദ ആക്സസിബിലിറ്റി, സ്കോപ്പ് ഓർ ലൈഫ് ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓർ ദി വേരിയബിൾ. ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ അവൈലബിലിറ്റിയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെ ആ ഫംഗ്ഷനെ അല്ലെങ്കിൽ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ സ്കോപ്പ് നമ്മൾ പറയുന്നത്. എല്ലാ വേരിയബിൾസും എല്ലായ്പ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ വേരിയബിൾ അല്ല ഫങ്ഷൻസിനെ എപ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം സ്കോപ്പ്, ദ അവൈലബിലിറ്റി ഓർ ആക്സസിബിലിറ്റി of variable and function is termed as their scope. രണ്ട് ടൈപ്പ് ഓഫ് സ്കോപ്സ് ആണ് സാധാരണ വേരിയബിൾസിനും ഫങ്ഷൻസിനൊക്കെ ഉള്ളത്. ഒന്ന് ലോക്കലും, രണ്ട് ഗ്ലോബലും. ലോക്കൽ, രണ്ട്. അപ്പം സ്കോപ്പ് മീൻസ് അവൈലബിലിറ്റി ഓർ ആക്സസിബിലിറ്റി ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. അതിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വേരിയബിൾസിൻ്റെ കേസാണ് ആദ്യം പറയാൻ പോകുന്നത്. വേരിയബിൾസ്. ലോക്കൽ സ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഒരു ഫംഗ്ഷനകത്തോ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോ ആയിരിക്കും ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. എവിടെയാണ് ആ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ലൈഫ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ സ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് വേരിയബിൾ ആണെന്ന് പറയാം, ആ വേരിയബിളിനെ ഒരു ഫംഗ്ഷനകത്തോ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലെയർഡ് വിത്തിൻ എ function or block of statements. Declared within a function or block of statements. ഗ്ലോബൽ ആണെങ്കിൽ എല്ലാ ഫങ്ഷൻസിനും വെളിയിലായിരിക്കും. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ ഡിക്ലെയർ ചെയ്യും. ഹെഡർ ഫയൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഡിക്ലെയർ ചെയ്ത് വെക്കും. Or declared outside all function, declared അപ്പം ഒരു വേരിയബിളിന് ഫംഗ്ഷൻ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിന് ലോക്കൽ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ അവൈലബിലിറ്റി എവിടെ കാണുള്ളൂ? അവൈലബിൾ only within that function, available within that function or block. എവിടെ ഏത് ഫംഗ്ഷനകത്താണ് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉള്ളൂ. ആ ഫംഗ്ഷന് വെളിയിൽ പറ്റത്തില്ല. ഗ്ലോബലായിട്ടാണ് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ
it is accessible to all the programs in the program. Sorry, all the functions in the program. അതായത് available to all functions in the program. ഗ്ലോബലായിട്ടാണ് എല്ലാ ഫങ്ഷൻസ് വെളിയിലാണ് ഞാൻ ആ വേരിയബിളെ ഡിക്ലെയർ ചെയ്തെങ്കിൽ എത്ര ഫങ്ഷൻസ് ആ പ്രോഗ്രാമിനകത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതലോ ഫങ്ഷൻസ് വരാം. ആ ഫങ്ഷൻസ് തന്നെ എല്ലാം തന്നെ ആർക്ക് ആക്സസ് ചെയ്യാം, ആരെ ആക്സസ് ചെയ്യാം, ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാനുള്ള പ്രയോറിറ്റി അല്ല, സ്വാതന്ത്ര്യമുണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത പറയുന്നത് ലോക്കലിനകത്ത് എപ്പോഴേ മെമ്മറി വേരിയബിൾ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ, ആ പർട്ടിക്കുലർ ഫങ്ഷൻ ഈസ് ആക്റ്റീവ് ആവുന്ന സമയത്ത് മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. എപ്പം ആ ഫങ്ഷൻ സ്റ്റോപ്പ് ആകുമോ അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് ആകുമോ അപ്പോൾ ആ മെമ്മറി ഫ്രീ ചെയ്യും. അതാണ് അടുത്ത പോയിന്റ്. ആ ഫങ്ഷൻ ഫങ്ഷൻ അകത്ത് മാത്രമേ ആ വേരിയബിൾ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മാത്രമാണ് ഈ ഫങ്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഫങ്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ ഈ വേരിയബിളിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, memory is allocated when the function is active. When the function is active. അപ്പം എപ്പം ഫ്രീ ചെയ്യും? ഈ ഫങ്ഷൻ ആക്റ്റീവ് അല്ലാതാകുമ്പോൾ ആ മെമ്മറിയെ ഫ്രീ ചെയ്യും. ഇവിടെ മെമ്മറി ഈസ് അലോക്കേറ്റഡ് when ഗ്ലോബലിനകത്താണ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് when the execution of the program, before the execution of the program, before the execution of the പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും ഗ്ലോബലിനകത്ത്. ഓക്കെ, ഫങ്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഫങ്ഷൻ എപ്പോൾ അത് ഇന്നാക്റ്റീവ് ആകും അല്ലെങ്കിൽ ഫങ്ഷൻ എപ്പം അത് വർക്കിംഗ് കഴിയുമ്പോഴേന് ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഫ്രീ ചെയ്യും. ഇവിടെ മെമ്മറി അലോക്കേറ്റഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായി തന്നെ അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. എപ്പോഴത് ഫ്രീ ആക്കുന്നത്? ആ പ്രോഗ്രാം സ്റ്റോപ്പ് ആകുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ ആ മെമ്മറി, ആ ഗ്ലോബൽ വേരിയബിളിനുള്ള മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ പോയിന്റിനോട് താഴെ എഴുതേണ്ടതാണ്, എഴുതാൻ പക്ഷം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ആ ഫങ്ഷൻ ബ്ലോക്ക് ഇന്നാക്റ്റീവ് ആയിട്ട് ആകുമ്പോൾ മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യും. എവിടെ? ലോക്കലിനകത്ത്. മെമ്മറിക്കകത്ത് ഗ്ലോബലിനകത്ത് എങ്ങനെയാണ്? ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യും. ഇത്രയാണ് ലോക്കലും ഗ്ലോബലും തമ്മിലുള്ള വേരിയബിളിൻ്റെ കേസിലുള്ള വ്യത്യാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചോണം. അടുത്ത പറയുന്നത് ഫങ്ഷൻസിൻ്റെയാണ്. ഫങ്ഷൻസിനും ഉള്ള സ്കോപ്പ് ലോക്കലും ഗ്ലോബലും തന്നെയാണ്. ഫങ്ഷൻസ് പറയുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിക്ലെയർഡ് വിത്ത് ഒരു ഫംഗ്ഷൻ ലോക്കൽ സ്കോപ്പാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിക്ലെയർഡ് വിത്തിൻ അനദർ ഫംഗ്ഷൻ. ഡിക്ലെയർഡ് within a function or block of statements
or a block of statements and defined after the calling function. Declared within a function എന്ന് പറഞ്ഞാൽ മതി, അത് എഴുതുന്നത്. അപ്പോൾ declared within a function or a block of statements and defined after the calling function. ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ആ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതിനെയാണ് അതിന് ലോക്കൽ സ്കോപ്പേ ഉള്ളൂ. ആ ഫംഗ്ഷനകത്ത് മാത്രമേ ആ ഫംഗ്ഷൻ ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ. ഡിക്ലെയർഡ്, അടുത്ത് ഗ്ലോബലിനകത്ത് ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ അതർ ഫംഗ്ഷൻ. ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് all other functions. Outside all other functions. ഇവിടെ accessible only within the function. Accessible only within the function. ഇവിടെ accessible by all the functions in the program. Accessible by all the functions in the program. Accessible by all the functions in the program. ഒരു ഫംഗ്ഷൻ അകത്തായിരിക്കും ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വേറൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ സ്കോപ്പ് ലോക്കലായിരിക്കും. എല്ലാ ഫംഗ്ഷന് വെളിയിലാണ് ആ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ അതിൻ്റെ ഗ്ലോബൽ സ്കോപ്പായിരിക്കും. ആക്സസിബിൾ ഓൺലി വിത്തിൻ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് ലോക്കൽ കേസിൽ ലോക്കൽ സ്കോപ്പിൽ ആ ഫംഗ്ഷനകത്ത് മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഏത് ഫംഗ്ഷനകത്താണോ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ ആക്സസിബിലിറ്റി ഉണ്ടാവൂ. മറ്റടുത്താണ് ഗ്ലോബലിലാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ ആ ഫംഗ്ഷൻസിനെല്ലാം തന്നെ ആർക്ക് ആക്സസിബിൾ ആണ്? ആ ഗ്ലോബൽ സ്കോപ്പുള്ള ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതിനകത്ത് നിങ്ങൾക്കൊരു പ്രോഗ്രാം അതിനകത്ത് പറയുന്നത് പ്രോഗ്രാം 10.10 അത് നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഞാനത് ഗൂഗിൾ മീറ്റിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് അത്രയും പ്രോഗ്രാം എഴുതാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാനിപ്പം അതായത് ഒന്നുമില്ല, പ്രോഗ്രാമിനകത്ത് ഗ്ലോബൽ സ്കോപ്പിൻ്റെയും ലോക്കൽ സ്കോപ്പിൻ്റെയും ഡിഫറൻസ് ആ പ്രോഗ്രാം വഴി കാണിക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. അത് ഞാൻ ഗൂഗിൾ മീറ്റിൽ വഴി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തൊരു ചെറിയൊരു പ്രോഗ്രാം കൂടെ എഴുതി ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് ലാബ് ഉള്ളതാണ്. ഇത് സെക്കൻഡ് നമുക്ക് ചെയ്യേണ്ടി ഉള്ളൊരു പ്രോഗ്രാം കൂടെയാണ്. To swap the values of two variables. അതാണ് പ്രോഗ്രാം. Swap the values of two variables. അപ്പോൾ ആദ്യം a is equal to 10, b is equal to 20. അതെങ്ങനെ എനിക്ക് തിരിക്കണം? എനിക്ക് b is equal to 20, a is equal to 10 എന്ന് കിട്ടണം. ആദ്യം ഇനീഷ്യൽ വാല്യൂ a is equal to 10, b is equal to 20. ഇനി സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ b is equal to 20, a is equal to 10 എന്ന് കിട്ടണം. അതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. ഞാൻ ഹെഡർ ഫയൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഓക്കെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ വിചാരിച്ചോണം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. void swap in ampersand x in ampersand
വൈ. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതെന്താണ്, കോൾ ബൈ റെഫറൻസ് ആണ്. കണ്ടോ, ആംപർസാൻഡ് സിമ്പിളാണ് ഞാൻ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്നത്. ആംപർസാൻഡ് സിമ്പിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം അത് കോൾ ബൈ റെഫറൻസ് ആണ്. ഇൻറ്റ് x is equal to int t is equal to x. t എന്ന് പറഞ്ഞാൽ ടെമ്പററി വേരിയബിൾ. x is equal to y. y is equal to t. ആ ഫംഗ്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ. in n is equal to 10, m is equal to 10. n is equal to 10, m is equal to 20. See out before swap n m. Swap m comma n, sorry, n comma n. See out after swap n m. Return 0. Return 0. ആദ്യം മെയിൻ ഫംഗ്ഷനിലേക്ക് വരികയാണ്. അവിടെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നും എമ്മും ഓഫ് ഇൻറ്റീജർ, ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 10 ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. എമ്മിൻ്റെ വാല്യൂ ഞാൻ 20 ആയിട്ട് പറഞ്ഞു കൊടുത്തു. ബിഫോർ സ്വാപ്പ്, ബിഫോർ ഔട്ട്പുട്ട് സ്ക്രീൻ ഞാൻ വരയ്ക്കുകയാണ്. ബിഫോർ ഔട്ട്പുട്ട് സ്ക്രീൻ, രണ്ട് സ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, യൂസർ സ്ക്രീനുണ്ട്, ഔട്ട്പുട്ട് സ്ക്രീനുണ്ട്. യൂസർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ സ്ക്രീനെയാണ്, നമ്മൾ കോഡ് എഴുതുന്ന ടൈപ്പ് ചെയ്യുന്ന സ്ക്രീനിനെ യൂസർ സ്ക്രീനിൽ നിന്ന്, മറ്റേതിന് ഔട്ട്പുട്ട് സ്ക്രീൻ, ഔട്ട്പുട്ട് കാണിക്കുന്നതിന് ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയും. അതിൻ്റെ ഇത് റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ അവിടെ എഴുതാൻ പോകുന്നത്. സി ഔട്ട് ബിഫോർ സ്വാപ്പ്. അപ്പോൾ നമുക്ക് എന്താ സ്ട്രിങ്ങിനകത്താണ്, ഞാൻ ഡബിൾ കോട്ട്സിനകത്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് പ്രിന്റ് ചെയ്ത് നമുക്ക് കാണിക്കും. അപ്പം ബിഫോർ സ്വാപ്പ് ഔട്ട് എൻ എം, എന്നും എമ്മും ഔട്ട് ചെയ്യാൻ പറയുന്നു. വാല്യൂ എത്രയായിരിക്കും, 10 സ്വാപ്പ് എൻ കോമ എം, എൻ കോമ എം. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കി, അവിടെ എക്സും വൈയും നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലേ. എക്സും വൈയും രണ്ട് റെഫറൻസ് വേരിയബിളാണ്. അതെന്താണ് ആക്ച്വലി ആ വാല്യൂസിൻ്റെ റെഫറൻസ് തന്നെയാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ വാല്യൂ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 10, വൈയുടെ വാല്യൂ. ഇവിടെ ശ്രദ്ധിച്ചോണം, അതിന് ഞാൻ വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ടി. ടിയിലേക്ക് എന്ത് കൊണ്ടുവരാൻ പറയുന്നു, എക്സിൻ്റെ വാല്യൂ കൊണ്ടുവരാൻ പറയുന്നു. ടിയിലേക്ക് എക്സിൻ്റെ വാല്യൂ കൊണ്ടുവരാൻ പറയുന്നു. അപ്പം ടിയിലേക്ക് എന്ത് കൊണ്ടുവരും, 10 കൊണ്ടുവരും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, എക്സിലേക്ക് വൈയുടെ വാല്യൂ കൊണ്ടുവരാൻ പറയുന്നു. എക്സിലേക്ക് വൈയുടെ വാല്യൂ കൊണ്ടുവരാൻ പറയും. അപ്പം വൈയുടെ വാല്യൂ എത്രയാണ്, 20. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു, അടുത്തെന്താ പറയുന്നത്, വൈയിലേക്ക് ടിയുടെ വാല്യൂ കൊണ്ടുവരാൻ പറയുന്നു. ടിയുടെ വാല്യൂ എത്രയാണ്, 10. വൈ ഈസ് ഈക്വൽ ടു കഴിഞ്ഞു. വൈ ഈസ് ഈക്വൽ ടു സ്വാപ്പിംഗ് നടത്തി. എക്സിൻ്റെ വാല്യൂ 20 ആയി, വൈയുടെ വാല്യൂ 10 ആയി. സി ഔട്ട് ആഫ്റ്റർ സ്വാപ്പ്. അപ്പോൾ ഔട്ട്പുട്ടിൽ കാണിക്കുകയാണ് ആഫ്റ്റർ സ്വാപ്പ് എന്ന് പ്രിന്റ് ചെയ്യും. കാരണം എന്താണ്, സ്ട്രിങ്ങാണ്, സ്ട്രിങ്ങിനകത്ത് പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ സ്വാപ്പ്. എൻ എം, എന്നിൻ്റെ വാല്യൂ എത്രയാവും,
20 എമ്മിൻ്റെ വാല്യൂ സ്വാപ്പിംഗ് അവിടെ പോസിബിളായി. ഇവിടെ നമ്മൾ റെഫറൻസിനല്ല യൂസ് ചെയ്യുന്നത്. എന്തോ സംഭവിച്ചേ, എമ്മിൻ്റെ വാല്യൂ വ്യത്യാസം വരുമോ? ഇല്ല, എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ വ്യത്യാസം വരത്തില്ല. കാരണം എന്താണ്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഇതിൻ്റെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കത്തില്ല. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നും എമ്മും, ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വിളിച്ചേക്കുന്നത്? കോൾ ബൈ റെഫറൻസ് ആണ്, കോൾ ബൈ റെഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. ഇത്രയാണ് ഈ സെക്ഷനിൽ എടുക്കാനുള്ളത്. അടുത്ത എനിക്ക് പറയാനുള്ളത് റിക്കർസീവ് ഫംഗ്ഷനും ഹെഡർ ഫയൽസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹെഡർ ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്ഷനിൽ എടുക്കുന്നതായിരിക്കും. അതോടുകൂടി ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. താങ്ക് യു.